Hi friends, so welcome to Schooly once again. Myself Vibina, സ്കൂളിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. സോ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഇട്ടേക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, മറന്നിട്ടില്ലല്ലോ അല്ലേ നമ്മളെയൊന്നും. സോ ഇനി ഇപ്പോൾ അടുത്ത അക്കാദമിക് ഇയർ ഇങ്ങനെ തുടങ്ങാനിരിക്കുകയാണ്, സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലർക്കൊക്കെ നമ്മൾ ഹൈസ്കൂളൊക്കെ എത്തിയില്ല, 8th 9th 10th ഒക്കെ ഓൾമോസ്റ്റ് ചില സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കണു അല്ലേ? അപ്പം കളിയുടെ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ സമ്മർ വെക്കേഷനിൽ നമ്മൾ പഠനം കൂടി ചെറുതായിട്ടൊന്ന് ഇൻട്രസ്റ്റിങ്ങോടെ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കണം അല്ലേ, നടത്തിക്കൊണ്ടിരിക്കണം. സോ നമുക്ക് ഈസി ആവും എന്നാൽ പിന്നെ. ഓക്കെ, സോ നമുക്കിന്ന് ബയോളജിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആനിമൽ റീപ്രൊഡക്ഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു അല്ലേ. ആനിമൽ റീപ്രൊഡക്ഷൻ്റെ പാർട്ട് 1 ആയിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ പാർട്ട് 2 അല്ലേ, 8th സ്റ്റാൻഡേർഡ് CBSEയിലെ ആനിമൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണെന്ന് ഞാൻ എടുക്കാൻ പോണത്. അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, നോക്കൂ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. എന്താണ്? നിങ്ങൾ ആരെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്? നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. നിങ്ങളെ തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റും, യെസ് ഐ ക്യാൻ അല്ലേ. നമ്മൾ പല ഇതിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യെസ് യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അല്ലേ. നമുക്ക് പറ്റും, നമുക്ക് പറ്റണം, നമുക്ക് പറ്റിയാൽ മാത്രമേ, നമുക്ക് പറ്റുന്നത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. നിങ്ങളെ പറ്റി ഇപ്പം വേറെ എല്ലാവർക്കും ചിലപ്പം ചിലവർ പറയുമായിരിക്കും പോരാ, ചിലർ പറയുമായിരിക്കും ഷീ ഈസ് ഹൈലി ഏബിൾ ഓർ ഹീ ഈസ് ഹൈലി ഏബിൾ അല്ലേ. അപ്പം എന്താ, നമ്മളെ പറ്റി നമുക്കൊരു വിശ്വാസം വേണം. എനിക്ക് ഇന്ന പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, അത് പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾ കൈവിടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ടുഗദർ. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഇന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഐ ഹാവ് ഓൾറെഡി സെഡ് ആനിമൽ റീപ്രൊഡക്ഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽ റീപ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പോർഷനിൽ മിസ് എന്തൊക്കെ പറഞ്ഞു എന്ന് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണണം. എന്താണ്, ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിരുന്നു അല്ലേ. എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യം പറഞ്ഞു തന്നിരുന്നു അല്ലേ. വാട്ട് യു മീൻ ബൈ റീപ്രൊഡക്ഷൻ? സ്പീഷീസ് അതിൻ്റെ തന്നെ കുട്ടികളെ അല്ലേ, സ്പീഷീസ് ക്യാൻ റീപ്രൊഡ്യൂസ് ഓർ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഓഫ്സ്പ്രിങ്സ് അല്ലേ, അവരുടെ തന്നെ ഓഫ്സ്പ്രിങ്സിനെ, മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓൾസോ വി ഹാവ് ടോൾഡ് അല്ലേ. ഇമ്പോർട്ടൻസ് എന്താണ് റീപ്രൊഡക്ഷൻ്റെ? എക്സ്റ്റിങ്ഷൻ തടയും, അടുത്ത ജനറേഷൻ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, 2 types ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷലും അസെക്ഷലും അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്ത് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നിരുന്നു അല്ലേ. ഇപ്പം ഹ്യൂമൻസിലൊക്കെ ആണെങ്കിൽ എവിടെയാണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ, ഗമീറ്റ്സിൻ്റെ ഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. വാട്ട് യു മീൻ ബൈ ഗമീറ്റ്സ്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് നമ്മൾ ഗമീറ്റ്സ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് നമ്മൾ ഗമീറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ റീപ്രൊഡക്ഷൻ പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു അതിൻ്റെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഗമീറ്റ്സ് ഫോം ചെയ്യും ആൻഡ് റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് ഗമീറ്റ്സ് പറയുന്നത് എന്ന് പറഞ്ഞു. എന്താണ് ഗമീറ്റ്സിനെ വിളിക്കുക? സ്പേം ഉണ്ട്, അഥവാ പിന്നെ എന്തൊക്കെയുണ്ട്, എഗ് അഥവാ ഓവം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സ്പേം ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എഗ് ഓർ ഓവം. സ്പേം ആരാണ്? സ്പേമിനെ നമ്മൾ എന്ത് വിളിക്കും? മെയിൽ ഗമീറ്റ് അല്ലേ. മെയിൽ ഗമീറ്റ് ആണ്. ഈ പേരുകൾ റീപ്രൊഡക്ഷൻ്റെ ക്ലാസ്സിൽ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പം സ്പേം ആണ് നമ്മുടെ മെയിൽ ഗമീറ്റ്. എഗ് ഓർ ഓവം ഇതാണ് നമ്മുടെ ഫീമെയിൽ ഗമീറ്റ്. ഇതാരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് എന്താ, ഫീമെയിൽ ഗമീറ്റ്സ് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും, മെയിൽ ഗമീറ്റ്സ് അഥവാ സ്പേം ആര് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ടെസ്റ്റിസ് അല്ലേ, ടെസ്റ്റിസ്, ഒരു കളക്ടിങ് ഡക്ട്, പെനിസ്, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. ടെസ്റ്റിസ് ആണ്, പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യണത് എന്ന് നോക്കിയിരുന്നു അല്ലേ. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെയർ ഓഫ് ഓവറി ആണ്. ടെസ്റ്റിസിന് പകരം ഫീമെയിൽസിൽ എന്താ ഉള്ളത്? ഓവറി. ഓവറി എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഗ് അല്ലെങ്കിൽ ഓവം. പിന്നെന്താ പഠിച്ചത്? ഒരു ഫെലോപ്പിയൻ ട്യൂബ് അഥവാ ഒവിഡക്റ്റ് ഉണ്ട് അല്ലേ, ഓവത്തിനെ കളക്ട് ചെയ്യാനും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പോർഷനായിട്ടും. പിന്നെ യൂട്രസ്, നമ്മുടെ വൂമ്പ്, അമ്മമാരുടെ
വൂംബ് അഥവാ യൂട്രസ് അവിടെയാണ് കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ബേബി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പഠിച്ചു. പിന്നെ ഈ മെയിലിൻ്റെയും എഗ്ഗിൻ്റെയും എന്താ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു അല്ലേ. മെയിൽ എങ്ങനെയാ നീണ്ടിട്ട് അല്ലേ, ഒരു ടെയിൽ പോർഷൻ ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്, ഒരു ഹെഡ് പോർഷൻ ഉണ്ട്. എഗ് ആണെങ്കിലോ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഒരു കുറച്ചും കൂടി ലാർജറായിട്ട്, സ്പേമിനേക്കാളും ലാർജായിട്ട് അവിടെ തന്നെ അല്ലേ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ കാണും. പക്ഷെ സ്പേമിന് എന്താ, സ്പേം ഷുഡ് ബി ഏബിൾ ടു മൂവ് അല്ലേ, മോട്ടിലിറ്റി വേണം സ്പേമിന്. സ്പേമിന്റെ ടെയിൽ പോർഷൻ എന്തിനാന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. സ്പേമിന്റെ ടെയിൽ പോർഷൻ എന്തിനു വേണ്ടിയിട്ടാ? മോട്ടിലിറ്റി, നമ്മൾ സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേമിന്റെ ടെയിൽ പോർഷൻ സഹായിക്കുക കേട്ടോ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിയുടെ ചാനലിൽ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ഫ്രണ്ട്സ് പോയി കാണണം, കണ്ടവർ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ആൻഡ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സ്കൂളിയുടെ ചാനലിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സൊക്കെ, നമ്മുടെ വെക്കേഷനിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മാത്സിന് ഫൗണ്ടേഷൻ ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അതൊക്കെ പ്രത്യേക ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യുക. നമ്മളെപ്പോഴും മെൻറ്റേഴ്സൊക്കെ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഓൾസോ നിങ്ങളുടെ നോട്ട്സും ബുക്സൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലും ഗൈഡ്സൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലും നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും മറക്കാതെ സ്കൂളിനെ അപ്രോച്ച് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മുടെ ക്ലാസ് എന്താണ്, ഇപ്പം ഞാൻ പറഞ്ഞു റിപ്രൊഡക്ഷൻ്റെ ഒരു റീക്യാപ്പ് നമ്മൾ നടത്തി. ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ എന്താണ്, നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് സ്പേം ഉണ്ടാവും, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് എന്തുണ്ടാവും, എഗ് അഥവാ ഓവം ഉണ്ടാവുമെന്ന് പഠിച്ചു. അതുവരെ നമ്മൾ പഠിച്ചു, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയാണ് നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ. എന്താ വിളിക്കുക, ഫെർട്ടിലൈസേഷൻ. നമ്മുടെ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് എന്താ ഒരു സ്റ്റേജ് എന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയാനാണെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ ആണ്. സോ വാട്ട് യു മീൻ ബൈ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ആസ് എ ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഏത് തരത്തിലായാലും ഫെർട്ടിലൈസേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഫെർട്ടിലൈസേഷൻ എന്താ? ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ദ സ്പേം ആൻഡ് ദി ഓവം. ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷൻ, അതായത് മെയിൽ ഗമീറ്റിൻ്റെയും ഫീമെയിൽ ഗമീറ്റിൻ്റെയും ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. അത് കൂടിച്ചേരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, the nucleus of the sperm fuses with the nucleus of the ovum to form a zygote. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക അത് കൂടിച്ചേർന്നിട്ട്? ഇറ്റ് വിൽ ഫോം എ സൈഗോട്ട്. കണ്ടില്ലേ എഗ്ഗിന്റെ പിക്ചർ, എഗ്ഗിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ സ്പേം അതിൻ്റെ ഉള്ളിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, രണ്ടും കൂടി ഫ്യൂസ് ചെയ്യും. കണ്ടില്ലേ സ്പേം എഗ്ഗിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മില്യൺസ് ഓഫ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും എഗ്ഗ് പെർ മന്ത് അല്ലേ. ഫീമെയിൽസിൽ ഗേൾസിൽ മെൻസ്ട്രേഷൻ നടക്കുമ്പോഴാണ് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. ഒന്നേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷേ സ്പേമിൻ്റെ കേസിൽ മില്യൺസ് ഓഫ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ എല്ലാ സ്പേമും കൂടി വരുമോ? ഇല്ല. ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഒറ്റ സ്പേമിന് മാത്രമേ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റ സ്പേമിന് മാത്രമേ കടക്കാൻ പറ്റൂ. എന്നിട്ട് കടന്നു കഴിഞ്ഞിട്ട് അവർ ഫ്യൂസ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സൈഗോട്ട്. ഈ പേരും മറക്കരുത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ അതിൻ്റെ ആഫ്റ്റർ ബൈ പ്രൊഡക്റ്റ് എന്താണ്? സൈഗോട്ട് ആണ്. ആൻഡ് ഈ സൈഗോട്ട് അണ്ടർഗോ ഫർദർ ഡെവലപ്മെന്റ് ആൻഡ് വിൽ പ്രൊഡ്യൂസ് എംബ്രിയോ ആൻഡ് ഇറ്റ് വിൽ അറ്റാച്ച് ടു ദി യൂട്രസ് ഓർ വൂംബ് ഓഫ് ദി മദർ ബോഡി. ഓക്കെ, മദറിൻ്റെ ഉള്ളിലുള്ള വൂമ്പിൽ യൂട്രസിൽ ഈ സൈഗോട്ടിന് കുറേ ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ട് അതൊരു എംബ്രിയോ ആയിട്ട്, കണ്ടില്ലേ, കുഞ്ഞു വാവയായിട്ട് അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് 10 മന്ത്സ് കഴിയുമ്പോഴേക്കും, 10 മന്ത്സ് അല്ലെങ്കിൽ 9 മന്ത്സിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്താവും? നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് ആ പ്രഗ്നൻസി പീരീഡിന് പറയുക. എന്താ? ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. ഇത് കഴിഞ്ഞാൽ പാർച്ചുറേഷൻ അല്ലേ, പ്രസവം. ഇത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ്. എന്തുകൊണ്ടായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഈ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലേ, ഫസ്റ്റ് സ്റ്റേജാണ് ഫെർട്ടിലൈസേഷൻ. എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ? റീപ്രൊഡക്ഷൻ നടക്കണമല്ലേ. അപ്പം ഫെർട്ടിലൈസേഷൻ തുടങ്ങണം. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഓക്കെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ പേരിൽ തന്നെ ഉണ്ട്. എന്താ? വിത്തിൻ അല്ലേ.
ഉള്ളിൽ നടക്കുന്ന എന്താ പ്രോസസ്സാണ്? ഉള്ളിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. എന്തിന്റെ ഉള്ളില്? We can see the type of fertilization in which the fusion of sperm and ovum take place inside the female body is known as internal fertilization. എന്താണ്? Fusion of egg or sperm എന്താണ്? ഉള്ളിൽ take place inside the female body. ഇപ്പൊ നമ്മളുടെ കേസിലൊക്കെ, ഹ്യൂമന്റെ കേസിൽ, അല്ലെങ്കിൽ കാറ്റ്, ലയൺ, സ്റ്റേക്ക്, ബേർഡ്സ്, ഡിയർ ഇങ്ങനത്തെ ഓർഗാനിസത്തിന്റെ ഒക്കെ കേസിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഉള്ളിൽ അല്ലേ, ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് എന്തുണ്ടാവുക? ബാക്കി ഡെവലപ്മെന്റ്, സൈഗോട്ട് ഫോം ചെയ്ത് ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ട് ഒരു ഓസ്പ്രിംഗ് ആയിട്ട് മാറുക. ഓക്കെ, സോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീസ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദി ഫീമെയിൽ ബോഡി. ഓക്കെ, യു ക്യാൻ സീ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷാഡോ പിക്ചർ കൊടുത്തിട്ടുണ്ടില്ലേ, ഒരു ഹെന്നിന്റെ. ഹെന്നിൽ എങ്ങനെയാണ് മെയിൽസും ഫീമെയിൽസും കോയിറ്റസ് നടത്തി ഫീമെയിലിന്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇവിടെ എന്താ? ഇവിടെ തവളയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, രണ്ട് തവളകളിൽ എങ്ങനെയാ? ഇവിടെ ഈ കറുത്ത പിക്ചറിൽ കാണുന്നത് എന്താ? എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ എഗ്ഗ് ഉള്ളിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, എഗ്ഗ് കണ്ടോ വാട്ടർ ബോഡിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർഗാനിസത്തിന്റെ അല്ലേ? സോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താ? ദ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ വിച്ച് ദ ഫ്യൂഷൻ ഓഫ് sperm and ovum occurs outside the female body. അപ്പം ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിക്ക് പുറത്ത്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുക എപ്പോഴും ബോഡിക്ക് അകത്ത്. എളുപ്പമല്ലേ പഠിക്കാൻ? internal fertilization ബോഡിക്ക് അകത്ത് നടക്കും. external fertilization or the fusion of male or female and female gametes take place inside the body, outside the body ആണെങ്കിൽ it is known as external fertilization. okay, എക്സാമ്പിൾ എന്താ? നമ്മുടെ സീ ഫിഷുകളൊക്കെ, സീ അനിമോൺ, സീ അർച്ചിൻ, കോറൽസ്, നമ്മുടെ ഫിഷ്, സ്റ്റാർഫിഷ്, ഫ്രോഗ്, ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ എക്സാമ്പിൾസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും ടെക്സ്റ്റ് നല്ലോണം വായിക്കണം കേട്ടോ. നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് എഴുതി വെക്കുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, അതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുക, ഫർദർ ഡൗട്ട്സ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വി വിൽ ബി റെസ്പോണ്ടിങ്. ഓക്കെ, നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിഷ്, ഫ്രോഗ്, സ്റ്റാർ ഫിഷ്, സീ അനിമോൺ, ഇതൊക്കെ എന്താ നടത്തുക? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇന്റേണലിന് എന്തായിരുന്നു എക്സാമ്പിൾ? ഹ്യൂമൻ ബീങ്സ്, കാറ്റ്, ലയൺ, സ്നേക്സ് അല്ലേ? ഓക്കെ, പിന്നെ ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ, ചില ബോർഡൊക്കെ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ പരസ്യങ്ങളുടെ ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, IVF ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, ചില കുട്ടികളെങ്കിലും വായിച്ചിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്താണ് അപ്പോൾ ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടായിട്ട് IVF എന്ന് വിളിക്കും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് യു മീൻ ബൈ IVF, എക്സാമ്പിൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ IVF. എന്താണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ? The fertilization where an egg is combined with the sperm outside the body. ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കണേ? ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ, നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയില്ലേ? ടെസ്റ്റ് ട്യൂബ് ബേബി ഒക്കെ ഈ IVF-ലൂടെ ഉണ്ടാവുന്ന ബേബിയാണ്. കാരണം എന്താ? അവിടെ എഗ്ഗും സ്പേമും എന്ത് ചെയ്യും? പുറത്ത് ഒരു ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് അതിനെ കൂട്ടി ഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളുടെ ഒരു അമ്മയുടെ വൂമ്പിൽ അല്ലെങ്കിൽ ഒവിഡക്റ്റിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായെന്ന് കരുതുക. അപ്പം സ്പേമിന് എന്താ? ഒവിഡക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒവിഡക്റ്റ് ആണല്ലേ ഇത് ഓവറി, പിന്നെ ഇത് ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിലെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, പ്ലേസിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് നടക്കുക? ഫ്യൂഷൻ നടക്കുക, അഥവാ എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞിരുന്നു. ആ പ്ലേസിനെ വിളിക്കുന്ന പേര് ആംബ്യുലാരി ഇസ്തമസ് എന്നാണ് കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കില്ല, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ആംബ്യുലാരി ഇസ്തമസിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. എക്സാക്ട് പോർഷൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നോക്കൂ, ഈ ഒവിഡക്റ്റിൽ നമ്മുടെ ഓവം ഉണ്ടായി, പക്ഷേ ഈ ഒവിഡക്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ സ്പേമിന് ഇങ്ങോട്ട് വരാൻ പറ്റും? ഇല്ല. സ്പേം വന്നാൽ മാത്രമേ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. സോ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ, സൈഗോട്ട് ഉണ്ടാവുകയുള്ളൂ, ഫർദർ ഡെവലപ്മെന്റ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പം എന്താ? ഈ ഒവിഡക്റ്റിൽ
ബ്ലോക്ക് വന്നു, ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ സ്പേമിന് അങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എഗ്ഗിനെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ അതിനെ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്പേമിനെയും ഓവത്തിനെയും കൂടി നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മദറിൻ്റെ അല്ലെങ്കിൽ അനദർ വുമൻ്റെ യൂട്രസിലേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയാൻ കാരണം അവിടെ ചെറുതായിട്ട് ബേബിയുടെ ഗ്രോത്ത് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞു, ഫ്യൂഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇത് കണ്ടോ യൂട്രസ്, ഇതാണ് യൂട്രസ് അല്ലേ, യൂട്രസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യിപ്പിക്കും. എന്നിട്ട് വജൈന വഴി എന്ത് ചെയ്യും, അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. സാധാരണ പിന്നെ ഒരു നോർമൽ ഡെലിവറി പോലെയായി. ഓക്കെ, സോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് where an egg is combined with the sperm outside the body, particularly in a glass test tube. It is known as IVF. നമ്മളെന്താ ടെസ്റ്റ് ട്യൂബ് ബേബി ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ദ എംബ്രിയോ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ സെയിം ഓർ അനദർ വുമൻസ് അല്ലെ, സെയിം വുമനിലാവാം അല്ലെങ്കിൽ സെറഗസി അല്ലേ, നമ്മുടെ വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സക്സസ്ഫുൾ പ്രഗ്നൻസിക്ക് വേണ്ടി അറ്റാച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ അതാണ് IVF എന്ന് പറയുന്നത്. ഇനി IVF വെദർ IVF അല്ലെങ്കിൽ നോർമൽ ഡെവലപ്മെൻറ്റോ എന്തോ ആയിക്കോട്ടെ, ബാക്കി എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സ്, അതായത് ഒരു അമ്മയുടെ വൂമ്പിൽ കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്തു, ഫെർട്ടിലൈസ്ഡ് എഗ് ആയി, അതിനുശേഷം എങ്ങനെയാണ് ഇതുപോലൊരു കുഞ്ഞുവാവയായിട്ട് നമ്മുടെ ബേബീസ് മാറുന്നത് നമ്മൾ അറിയണ്ടേ. സോ എങ്ങനെയാണ്, അതിന് കുറേ എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് നടക്കണം. ഇവിടെ ഞാൻ ഫീറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, വാട്ട് യു മീൻ ബൈ ഫീറ്റസ് ആക്ച്വലി, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗ് അഥവാ നമ്മളുടെ സൈഗോട്ട് അല്ലേ, സൈഗോട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു രൂപമായിട്ട് മാറുന്നുണ്ടല്ലോ. സൈഗോട്ട് ഫർദർ ഡെവലപ്മെൻറ്റ് നടന്ന് നമ്മുടെ ഒരു കുഞ്ഞു ആവയുടെ ചെറിയ രൂപത്തിലേക്ക് അങ്ങോട്ട് എത്തും അല്ലെ, കൈ, കാല്, തല തുടങ്ങിയ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ആ സ്റ്റേജിൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ അങ്ങ് എത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുക. ഓക്കെ, ഫീറ്റസ് എന്ന് എന്താ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഒരു കുഞ്ഞു ആവയുടെ രൂപത്തിലേക്ക് എത്തും, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നൊരു കുഞ്ഞു ആവയുടെ രൂപത്തിലേക്ക് ബേബീസ് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ഈ fertilized egg or zygote will undergo further development to form these fetus, because zygote ആദ്യം ഒരു 2 cell സ്റ്റേജ് ആയിരിക്കും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കൂ 4 സെല്ല്, പിന്നെ അത് 8 സെല്ലാവും, 16 സെല്ലാവും. ഈ ഘട്ടങ്ങളെ ബ്ലാസ്റ്റുല, മോറുല എന്നൊക്കെ പറയും. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കണ്ട, ബ്ലാസ്റ്റുല, മോറുല ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ, ഈ 8 സെൽ സ്റ്റേജ് 16 സെൽ സ്റ്റേജിനെയൊക്കെ. സോ ഇങ്ങനെയാവും. ഈ 16 സെൽ സ്റ്റേജ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് അതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ഈ സമയമാകുമ്പോഴേക്കും ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഇംപ്ലാന്റേഷൻ ഒക്കെ നടന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് അവിടെ മറ്റേ നമ്മളുടെ യൂട്രസിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്ന ഒരു ചെറിയ ഫീറ്റസ് ആയിട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങും. അപ്പോൾ ഫീറ്റസ് ആയി 4 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു കുഞ്ഞുവാവയായി തുടങ്ങിയില്ലേ. 4 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 1 മന്ത് പ്രഗ്നൻസി അല്ലേ കഴിഞ്ഞ് ഫീറ്റസ് 10 വീക്സ് 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നോക്കൂ ഇങ്ങനത്തെ ഒരു രൂപമായി. പിന്നെ നോക്കൂ അടുത്തൊരു 4 ആഴ്ചയും കൂടി 4-5 ആഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും ഫീറ്റസ് ഇങ്ങനെയായി. പിന്നെ കണ്ടോ ഒരു ചെറിയ കുഞ്ഞുവാവയുടെ രൂപമായി. ഇത് 9 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുവാവ പുറത്തു വരും. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിൽ നിന്ന്, ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഇത്രയും കോംപ്ലക്സ് ആയ രൂപമായിട്ട് മാറണത് നോക്കൂ. അപ്പം എത്ര ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത് അല്ലേ നമ്മുടെ ബോഡിയിൽ. ഇതൊക്കെ അമ്മയുടെ വൂമ്പിലാണ് നടക്കുന്നത് അല്ലേ. സോ ഇത്തരം ഫീറ്റൽ ഡെവലപ്മെന്റും ഹ്യൂമൻ എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ ഡെവലപ്മെന്റ് നമ്മളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതർ ഓർഗാനിസത്തിൽ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഒരു ഹെന്നിനെ എടുക്കാം. നമ്മളൊരു ഹെന്നിനെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണോ നടക്കുക? കോഴി പ്രസവിക്കുകയല്ലല്ലോ ചെയ്യണത് അല്ലേ. കുട്ടീനെ ഒരു 9 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ ഉണ്ടാക്കുക. എങ്ങനെയാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, വീട്ടിലൊക്കെ കോഴിയുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോഴി ഇങ്ങനെ അടയിരിക്കും അല്ലേ ചിറകുകൊണ്ട്. അതിന് ടെമ്പറേച്ചർ വേണം, അതിന് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം അതിന് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 10-21 ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? 21 ദിവസത്തിൽ മതിയായ ടെമ്പറേച്ചറും അതിൻ്റെ അഡാപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ ആപ്റ്റ് ആണെങ്കിൽ അത് എംബ്രിയോ അതിൻ്റെ ഉള്ളിൽ ഇരുന്നൊരു കുട്ടിയായിട്ട് ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഹാച്ച്ലിങ് അല്ലേ, മുട്ട വിരിഞ്ഞ് അതൊരു ചിക്കായിട്ട്, ഹെന്നിൻ്റെ കുട്ടിയല്ലേ ചിക്കായിട്ട്
മാറും. ഓക്കെ, അപ്പം നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മുടെ ഫീറ്റൽ ഡെവലപ്മെന്റ് കുറച്ച് കോംപ്ലക്സ് ആണല്ലേ, നമുക്ക് ദിവസങ്ങളൊന്നും പോരാ, മാസങ്ങൾ വേണം. പക്ഷെ ഇവിടെ നോക്കൂ, കുറച്ച് ദിവസങ്ങൾ മതി. പക്ഷെ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ വേണം, ടെമ്പറേച്ചർ ഒക്കെ ആപ്റ്റ് ആവണം. എന്നിട്ട് എന്തായി അഡൾട്ട് കോഴിയിൽ നിന്ന് ഹെന്നിന്ന് ഒരു ചിക്കായിട്ട് മാറി അല്ലേ? ഓക്കെ, ഇനി എന്താ? ഇനി വേറൊരു ആസ്പെക്ട് ആണ് വിവി പാരസ് ആനിമൽസും ഉണ്ട്, ഒവി പാരസ് ആനിമൽസും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? വിവി പാരസും ഉണ്ട്, ഒവി പാരസും ഉണ്ട്. ഓക്കെ, വിവി പാരസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ആനിമൽസ് വിച്ച് അണ്ടർഗോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇപ്പൊ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താ? ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ ഫ്യൂസ് ചെയ്യുന്നത് എഗും സ്പേമും. അപ്പൊ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് ആൻഡ് ലേറ്റർ ഗിവ് ബർത്ത് ടു യങ് വൺസ് ആർ കോൾഡ് വിവിപാരസ് ആനിമൽസ്. നത്തിങ് ബട്ട് നമ്മൾ ഹ്യൂമൻസിനെ ആലോചിച്ചാൽ മതി അല്ലേ? ഹ്യൂമൻസിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ വേറെ എന്താ, ഇപ്പോൾ സ്ക്വറലില്, ഡീറില്, ഡോൾഫിന്, എലിഫന്റില്, വൂൾഫില്, ഇതിലൊക്കെ എന്താ? ഇവരൊക്കെ വിവിപാരസ് ആണ്. ബിക്കോസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ വിവിപാരസ് ആനിമൽസ്. ഹ്യൂമൻ ബീങ്സ്, എലിഫന്റ്, ഡോഗ്, ജിറാഫ്, സീബ്ര, ഇവരൊക്കെ വിവിപാരസിൽ പെടുന്നതാണ്. ഇനി എന്താണ് ഒവിപാരസ്? ഒവിപാരസ് എന്തായിരിക്കും? അപ്പോൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കും. ഓക്കെ, ദ ആനിമൽസ് വിച്ച് അണ്ടർഗോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ലേറ്റർ ലേ എഗ്സ് വിച്ച് ഹാച്ച് ഇൻ ടു യങ് വൺസ് ആർ കോൾഡ് ഒവിപാരസ് ആനിമൽസ്. അപ്പോൾ ഒവിപാരസിൽ എന്തുണ്ടായിരിക്കും? മുട്ട ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലേറ്റർ ലേ എഗ്സ് വിച്ച് ഹാച്ച് ഇൻ ടു യങ് വൺസ്. അപ്പൊ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്നപ്പോൾ ഹെന്നിന്റെ കേസ് എടുത്തു അല്ലേ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നു. എന്നിട്ട് എങ്ങനെയാണ് അവര് ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നത്? എന്നിട്ട് മുട്ട ഉണ്ടാക്കും, അതിനെ ഹാച്ച് ചെയ്യും, എന്നിട്ട് കുട്ടികളാവും അല്ലേ? അങ്ങനെയല്ലേ? സോ ലേറ്റർ ലേ എഗ്സ് വിച്ച് ഹാച്ച് ഇൻ ടു യങ് വൺസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഓവിപാരസ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ അല്ലെങ്കിൽ ട്രൂ ആയിട്ട് ടിക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് MCQയിലൊക്കെ വരും. സോ ഒവിപാരസും വിവിപാരസും മറക്കണ്ട. ഇനി എന്താണ് ഒവിപാരസിന്റെ എക്സാമ്പിൾസ്? സ്നേക്സ്, ഇൻസെക്ട്സ് ഒക്കെ മുട്ടയിട്ടിട്ട് അല്ലേ? പിന്നെ ബേർഡ്സ്, ഓഫ്കോഴ്സ് നമ്മൾ ഹെന്നിന്റെ കാര്യം ഒരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ലിസാർഡ്സ്, ടോർട്ടോയിൽസ്. ഞാനിവിടെ ഐ ഹാവ് ഗിവൺ അതർ സോ മെനി എക്സാമ്പിൾസ് ഓൾസോ. ബട്ടർഫ്ലൈ, സ്നെയില്, സ്നേക്ക്, കണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുട്ടയിട്ടിട്ട് അല്ലെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തി പിന്നെ അതിനുശേഷം മുട്ടയിട്ടിട്ട് പിന്നെ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കും. വിവിപാരസ് ആണെങ്കിൽ എങ്ങനെയാ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് പിന്നെ ഡെവലപ്മെന്റ് ഒക്കെ അമ്മയുടെ ബോഡിയിൽ ഇങ്ങനെ നടന്ന് പിന്നെ ബർത്ത് നടത്തുകയാണ് അല്ലെ, പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിവിപാരസ്. പിന്നെ ഒവിപാരസ്. അപ്പൊ ഈ രണ്ടെണ്ണം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഓക്കെ, ഇനി ഈ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണതിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാമോർഫോസിസ് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു ബയോളജിയിൽ കുറേ ടെർമിനോളജീസ് ആണ് നമുക്കുള്ളത് അല്ലേ? എന്തൊക്കെ പേരുകളാണല്ലോ, ആ പേരിൽ തന്നെ ഉണ്ടാവും നമ്മുടെ ബയോളജിയിൽ എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, യു ഷുഡ് ബി നോട്ട് ഏബിൾ ടു റിമെമ്പർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്താ, പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റും. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രൂപത്തിലുള്ള എന്തൊക്കെയോ ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു തവളയുടെ ലൈഫ് സൈക്കിളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? ഫ്രോഗ് അല്ലേ? ഫ്രോഗിന്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഫ്രോഗിനെയൊക്കെ അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴും ഫോണിൽ നിന്നൊക്കെ ഒന്ന് കണ്ണെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തൊക്കെ ഒന്ന് നിരീക്ഷിക്കാം, നമുക്ക് ഫ്രോഗിനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഫ്രോഗ് ഉണ്ട്. ഫ്രോഗ് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നോക്കൂ. എഗ്സ് അല്ലേ? ഞാൻ പറഞ്ഞു ഫ്രോഗ് ഒക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിലൂടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അതായത് മെയിൽ സ്പേമും ഫീമെയിൽ ആയിട്ടുള്ള എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുന്നത് പുറത്ത് വെച്ചിട്ടാണ്, ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ ഒരു വേർഡും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. സ്പോണിങ് എന്ന് പറയും. അതായത് തവളയും ഫിഷും ഒക്കെ പുറത്ത്, നിങ്ങൾ അക്വേറിയം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ കുറേ എഗ്ഗ് പുറത്തല്ലേ വാട്ടർ ബോഡീസിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എഗ്ഗിനെ വാട്ടർ ബോഡീസിൽ, എഗ്ഗിനെയും സ്പേമിനെയൊക്കെ വാട്ടർ ബോഡീസിൽ ലേ ചെയ്യുന്ന അത്തരം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണിങ് എന്ന് പറയും. ജസ്റ്റ് ഒരു GK നോളജ് ആയിട്ട് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. സ്പോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തവളയും ഫിഷൊക്കെ അതിൻ്റെ എഗ്ഗിനെയും സ്പേമിനെയൊക്കെ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യും, ലേ ചെയ്യും അല്ലേ? അതിനെയാണ് സ്പോണിങ് എന്ന് വിളിക്കുക. അപ്പം ഇവർ കുറേ എഗ്ഗും കുറേ എന്താ പറയുക സ്പേമിനെയൊക്കെ വാട്ടർ ബോഡീസിലേക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ഇവർ റിലീസ് ചെയ്യും. വൈ? ഹെന്നൊക്കെ ഒരെഗ്ഗിനെ അല്ലെങ്കിൽ ഒരെഗ്ഗൊക്കെ അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഒരെഗ്ഗേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇവരുടെ കേസിൽ, ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടത്തുന്ന ഓർഗാനിസത്തിന്റെ കേസിൽ ഇവർ കുറേ എഗ്ഗൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. വൈ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ
ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവർ ന്യൂമറസ് നമ്പർ ഓഫ് എഗ് ഒക്കെ ലേ ചെയ്യുന്നത്? ബിക്കോസ് ഇവരുടെ സർവൈവൽ റേറ്റ് വളരെ കുറവല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എഗ്ഗും സ്പേമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് ഫ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നതും ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദ ബോഡി ഓൺലി അല്ലേ? നമ്മുടെ അമ്മയുടെ വൂമ്പിൽ അല്ലെങ്കിൽ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നടക്കുന്നത്. പക്ഷെ ഇവരുടെ കേസ് അങ്ങനെയാണോ? തവളയുടെയും ഫിഷിൻ്റെയും ഒക്കെ കേസിൽ അല്ല. ഇവരെല്ലാവരും പുറത്ത് എഗ്ഗ് ലേ ചെയ്യുമ്പം അത് ഫ്യൂസ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ എന്താ അതിൻ്റെ മുന്നേ വേറെ ആനിമൽസ് വന്നത് തിന്നും, അല്ലെങ്കിൽ അത് പുറത്തായതുകൊണ്ട് ക്ലൈമറ്റിക് കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോകും അല്ലേ? അത് ഡിസിൻറ്റഗ്രേറ്റ് ആവാനുള്ള, നശിച്ചു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം ഇവർ ഒന്ന് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഒരു സ്പേമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പിന്നീട് അടുത്ത കുട്ടി ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ ഉണ്ടോ? ഇല്ല. 50-50 ചാൻസ് ആണ്. ബിക്കോസ് അത് നശിച്ചു പോകാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ടാവും. അപ്പം കുറേ എഗ്ഗ് അല്ലെങ്കിൽ കുറേ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അത്രയും സർവൈവൽ റേറ്റ് കൂടുകയല്ലേ? കാരണം ബാക്കിയുള്ളത് നശിച്ചാൽ ഇത്തിരിയെങ്കിലും ഒക്കെ അടുത്ത ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏബിൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. സോ ഇതിൻ്റെ കേസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഓർക്കുക. ഓക്കെ. അപ്പം തവളയുടെ കേസിൽ നോക്കൂ, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു എഗ്ഗ് കുറേ പ്രൊഡ്യൂസ് ചെയ്തു. ഈ എഗ്ഗ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ പ്രത്യേകത ഇത് വളരെ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. ഇതിന് മോയിസ്റ്റ് ആയിരിക്കും, ജെല്ലി ലൈക്ക് ഒക്കെ ആയിരിക്കും. പുറത്ത് തന്നെ ആയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു രൂപമൊക്കെ അതിന് വരുന്നത്. ഇനി ഈ എഗ്ഗ് നേരെ എന്താവും? എഗ്ഗിൽ എംബ്രിയോ ഉണ്ടല്ലേ? എഗ്ഗിൻ്റെ ഉള്ളിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇത് പിന്നീട് വേറെ ഒരു ഫോം ആയിട്ട് മാറേണ്ടത്. ഇതിനെന്താ വിളിക്കുക? ടാഡ്പോൾ. നിങ്ങൾ പലരും കുളത്തിലൊക്കെ, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കുളത്തിൽ ചാട്ടം കളി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുളത്തിലൊക്കെ പോയാൽ നിങ്ങൾക്ക് പറ്റും ടാഡ്പോൾസിനെ കാണാൻ പറ്റും. എന്താണ് ഇതിന് മലയാളത്തിൽ? വാൽമാക്രി എന്നൊക്കെ പറയും നമ്മൾ അല്ലേ? വാൽമാക്രികൾ. ഇത് മീനിനെ പോലെ ഉണ്ടാവും, പക്ഷെ അത് തവളക്കുട്ടികളാണ് ശരിക്കും. സോ ടാഡ്പോൾസ് ഉണ്ടാവും. ഈ ടാഡ്പോൾസ് പിന്നീട് എന്താ? 2 legs ഉള്ള ടാഡ്പോളായിട്ട് മാറും. പിന്നെ അത് ചെറിയൊരു ഫ്രോഗ്ലെറ്റ് ആവും. ഫ്രോഗ്ലെറ്റ് എന്താ? 4 legs ഉള്ള കുഞ്ഞി തവളകൾ അല്ലേ? മീനും അല്ല, തവളയായിട്ടും ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആവും. പിന്നെ അഡൾട്ട് ഫ്രോഗ് ആവും. നോക്കൂ, അപ്പോൾ ഒരു എഗ്ഗിൽ നിന്ന് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിലേക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ? നമ്മൾ വിചാരിക്കും ഇത്തരം ഒരു ചെറിയ സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്രോഗാണ് ഉണ്ടാവാൻ പോണത്. ഇല്ല. സോ ഈ എഗ്ഗിൽ നിന്ന് ആദ്യം എംബ്രിയോ ആയി, ടാഡ്പോൾ ആയി, പിന്നെ ടാഡ്പോൾ വിത്ത് 2 legs, പിന്നെ യങ് ഫ്രോഗ്ലെറ്റ് ആയി, പിന്നെ അഡൾട്ട് ഫ്രോഗ് ആയി അല്ലേ? അപ്പോൾ ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഹാവ് ബീൻ ടേക്ക് പ്ലേസ് അല്ലേ? ഒരു ഭയങ്കര വലിയ മാറ്റങ്ങളാണ് ഈ ഫ്രോഗിൻ്റെ ഒക്കെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവുന്നത്. സോ എന്താണ് അപ്പം മെറ്റമോർഫോസിസ്? ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ദ ഡെവലപ്മെന്റ് ഓഫ് എഗ് ഇൻ ടു ആൻ അഡൾട്ട് ഇസ് ടേംഡ് ആസ് metamorphosis. ഇപ്പോൾ വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? The drastic changes taking place during the development of egg into an adult is termed as metamorphosis. നോക്കൂ, in the case of frog, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രോഗ് അല്ലേ? Frogs have multiple stages in their life cycle such as egg, tadpole with legs, പിന്നെ ഫ്രോഗ്ലെറ്റ് ആൻഡ് ഫ്രോഗ്. ഓക്കെ, അത്രയും ഡെവലപ്മെന്റ് നടന്നിട്ട് അത് മെറ്റമോർഫോസിസ്, അതിൻ്റെ രൂപങ്ങളൊക്കെ മാറി അതെന്തായിട്ട് മാറുന്നുണ്ട്? ഫ്രോഗ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ പ്രോസസ്സിനെയാണ് മെറ്റമോർഫോസിസ്. വേറെയും ജീവികളുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മുടെ ഫ്രോഗിനെയാണ് കൊടുത്തത്. അപ്പം മെറ്റമോർഫോസിസ് എന്താണെന്നും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പം നമ്മൾ സോഫാർ വാട്ട് വി ഹാവ് ഡിസ്കസ്, നമ്മൾ ലാസ്റ്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം അല്ലേ? മെറ്റമോർഫോസിസ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ വിവി പാരസ് എന്താ, ഒവി പാരസ് എന്താണെന്ന് പഠിച്ചു. ഇപ്പം മുട്ട ഇട്ടിട്ട് കുട്ടികളെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ? ഒവി പാരസ് അല്ലേ? ഇനി നമ്മളൊക്കെ ആണെങ്കിൽ വിവി പാരസ്. പിന്നെ നമ്മളുടെ ഹ്യൂമൻ എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഒരു ഹെന്നിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? അത് പഠിച്ചു. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിച്ചു. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിച്ചു. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ടെസ്റ്റ് ട്യൂബ് ബേബീസിൻ്റെ അല്ലേ? ആ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ, ഏതൊക്കെ ഓർഗാനിസംസ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം എന്ത് ചെയ്യണം? വൺസ് അഗെയിൻ ഐ എം ടെലിങ് യു ദാറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നമ്മുടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കേട്ടോ. സ്കൂളിൽ എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളും വരെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആണ്. സോ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ വർഷം തൊട്ട് നല്ല മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കാം. സോ മൈസെൽഫ് വിബിന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ
നമ്മുടെ കമൻറ്റിൽ ഇടുക. ഓക്കെ, എല്ലാവരും പഠിക്കണം once again. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.